ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ എഗ് ചോപ്സ്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട കലക്കി ഒഴിക്കുക. നമ്മൾ നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കുരുമുളക്, പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, അരിഞ്ഞു വെച്ച തക്കാളി, മഞ്ഞപ്പൊടി, ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വെച്ചതിന് ഒരു മിക്സർ ജാർ ഉപയോഗിച്ച് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. വീണ്ടും പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നമ്മുടെ പെരുംജീരകം, കറിവേപ്പില, നമ്മളുടെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് 3 to 5 minutes അതിനെ കുക്ക് ചെയ്യാൻ വിടുക. കുക്കായി വന്ന മസാലയിലോട്ട് നമ്മുടെ ഓംലെറ്റ് മെല്ലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഓംലെറ്റ് ഉടയാതെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പെപ്പർ എഗ് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പാറുന്ന ചോറിലേക്ക് ഈ പെപ്പർ എഗ് ചോപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. താങ്ക് യു.